നഊദു ബില്ലാഹ്. ഔലിയാക്കളും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും മൂക്കുപറ്റി പോകുന്നു. യഖ്റുജു ശാരിബുൽ ഖംരി യൗമൽ ഖിയാമത്തി അന്തന മിനൽ ജീസാ. എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരെ, നമ്മുടെ സഹപാഠികളില്ലേ, നമ്മുടെ കൂടെ പഠിച്ചവരില്ലേ, നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരില്ലേ, കണ്ടോ ലോകത്തിന്റെ നേതാവ് പറയുന്നത്, മദ്യത്തിനടിമപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ, ഒരു തുള്ളി കള്ളു കുടിച്ച മുസ്ലിമായ ചെറുപ്പക്കാരൻ പടച്ചറപ്പിന്റെ കോടതിയിൽ വരാൻ പോകുന്നത് മാസങ്ങൾക്ക് മുമ്പ് ചത്തു കിടക്കുന്ന പട്ടിയുണ്ടല്ലോ, മാസങ്ങൾക്ക് മുമ്പ് ചത്തു കിടക്കുന്ന നായ ഉണ്ടല്ലോ, ആ നായയെ, ആ പട്ടിയെ കുടിച്ചുമൂടാതെ റോഡരികിലെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞിട്ടത് കുടിച്ചുമൂടിയില്ലെങ്കിൽ എന്തൊരു ദുർഗന്ധമാണ് ഉമ്മമാരെ. അതിനേക്കാളും വലിയ ദുർഗന്ധമാണ് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന്റെ നാവിലൂടെ ഒഴുകുന്ന ദുർഗന്ധം. ഏതാണ് ആ മുസ്ലിമെന്നറിയോ? നബിതങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്നു. യഖ്റുജു ശാരിബുൽ ഖംരി യൗമൽ ഖിയാമത്തി അന്തന മിനൽ ജീസാ. ഭൂമിലോകത്ത് കള്ളുകുടിച്ച മരിക്കൽ പടച്ചറപ്പിന്റെ അരികിൽ വരുമ്പോ ചത്തുകിടക്കുന്ന പട്ടിയുടെ ദുർഗന്ധത്തെക്കാളും അപ്പുറത്തെ ദുർഗന്ധമായി വരുന്നു. പടച്ചവരെ, ഇതെന്തൊരു ദുർഗന്ധമാണ്. ആരിഫീങ്ങൾ വിളിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ അത് കുടിയനെ കുറിച്ചാണ് എങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന അനുജ, ഒരു കുടിയനായ മനുഷ്യന്റെ കയ്യൊന്ന് പിടിച്ചാലോ, ഒരു കള്ളുകുടിയന്റെ കൈ പിടിച്ച് നടന്നാലോ, ഒരു കള്ളുകുടിയനായ മനുഷ്യന് 10 പൈസ കടം കൊടുക്കുന്ന ഒരു മുസ്ലിമിന് വരുന്ന ഗൗരവത്തെക്കുറിച്ച് ഗൗരവമറിയാത്തൊരു സമയമാണ് ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്. സാധുക്കളായ നമുക്ക് കള്ളുകുടിക്കണ്ട, കുടിക്കുന്ന മനുഷ്യന്റെ കൂടെ ഇരിക്കുന്നവർക്കുള്ള ശ്രദ്ധ. അവനൊരു പിടി ചോറ് കൊടുക്കുന്നവൻ, ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നവൻ. എന്റെ കുട്ടികളെ, 12 വയസ്സ് പ്രായമുള്ള മക്കൾ ഇന്ന് കഞ്ചാവിന് അടിമപ്പെടുന്നു എന്ന് പറയുമ്പോ എത്രത്തോളം? 42 കോടിയാണ്, കോടിയുടെ മധ്യമാണ്. ഈ അടുത്ത 1-2 ആഴ്ചക്കുള്ളിലായി കേരളം വിറ്റടിച്ചത് എന്ന് പറയുമ്പോ, കുടിച്ചുവീഴ്ത്തതെന്ന് പറയുമ്പോ 42 കോടിയുടെ മധ്യം കഴിഞ്ഞ വർഷത്തിൽ കുടിച്ചുവീഴ്ത്തത് പത്രം എഴുതിയപ്പോ ഈ വർഷം പറഞ്ഞത് 7 കോടി കൂടെ കൂടിയിട്ടുണ്ട്. 49 കോടിയുടെ മധ്യം കേരള മണ്ണിന്റെ മക്കൾ അത് കുടിച്ചുവീർത്തു. ഏറ്റവും കുടിച്ചുവീർത്ത ജില്ല അത് മലപ്പുറത്തിന്റെ മക്കളാണ് എന്ന് പത്രം എഴുതിയപ്പോ സ്വാഭാവികമായി മനസ്സ് പറ്റിപ്പോകും, സ്വാഭാവികമായും കൽബ് പറ്റിപ്പോകും. മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചാരായം വിറ്റടിഞ്ഞു എന്ന് പറയുമ്പോ എവിടെയാണ് മുസ്ലിമീങ്ങളെ? നമ്മുടെ മക്കൾ രക്ഷപ്പെടണം, നമ്മുടെ കുട്ടികൾ നന്നാവണം. ഞാൻ പ്രസംഗത്തിൽ കഴിഞ്ഞുപോയ പ്രഭാഷണങ്ങളിൽ വെച്ച് സൂചിപ്പിച്ചതാണ്, ഒരു ബുദ്ധിയുള്ള വാപ്പാക്ക് മനസ്സിലാകാൻ, ഒരു ബുദ്ധിയുള്ള ഉമ്മാക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി ഓർമ്മപ്പെടുത്തിയതാണ്, ഉണർത്തിയതാണ്. ഒരു ഉമ്മ ഒരു മകനെങ്ങാനും കുടിച്ചു കിടക്കുന്നത് കാണുമ്പോ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ഉമ്മമാരെ, ജീവിച്ചിട്ട് ഫലമുണ്ടോ? ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സമുദായത്തിനോട് ഓർമ്മപ്പെടുത്തുന്നത്, മൻ അത്അമ ശാരിബൽ ഖംരി, കള്ളുകുടിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നവൻ കുടിയനല്ല, അവൻ നിസ്കരിക്കുന്നവനാണ്, അവൻ സൽക്രമങ്ങൾ ചെയ്യുന്നവനാണ്. പക്ഷേ ഒരു പിടി ഭക്ഷണം കൊടുക്കുന്ന മുസ്ലിമിന് വരാനുള്ള ശിക്ഷ സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഅഖറബാ. അല്ലാഹു അവന്റെ ഖബറിൽ ഒരുപറ്റം പാമ്പുകളെയും തേളുകളെയും അവിടെ നിറക്കുന്നതാണ്. കള്ളുകുടിക്കുന്ന മുസ്ലിമായ മനുഷ്യന് ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന്റെ ഖബറിൽ അവനെ സ്വീകരിക്കാൻ വരുന്നത്
പാമ്പുകളും തേളുകളുമാണ്. വമൻ ഖളാ ഹാജതഹു, കൊടിയനായ മനുഷ്യന് ആരെങ്കിലും അവന്റെ വിഷമം തീർത്തു കൊടുത്താൽ, അവന്റെ ആവശ്യം കിട്ടിയാൽ, ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, പരിശുദ്ധ ദീനിനെ പൊളിക്കാൻ അവൻ സഹായിച്ചു. ആദം നബി തൊട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസാ, റൂഹുല്ലാഹി ഈസാ, ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ പാടുപെട്ട് അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ആ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്നവരാണ്. ഏതെങ്കിലും ഒരു കൊടിയനായ മനുഷ്യന് എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അവന് വരാൻ പോകുന്ന ശിക്ഷ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കും. നിൽക്കുന്നില്ല പിതാക്കളെ. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, വമൻ അഖറലഹു ഖറലൻ ഫഖദ് ആന അലാ ഖത്ലി മുഅ്മിനിൻ. ഒരു കൊടിയനായ മുസ്ലിമിന് 10 പൈസ കടം കൊടുക്കുന്ന വാപ്പയുണ്ടോ? കടം കൊടുക്കുന്ന ജ്യേഷ്ഠനുണ്ടോ? കഞ്ചാവിനടിമപ്പെട്ട് നടക്കുന്ന മക്കൾക്ക്, കുടിച്ചു നടക്കുന്ന മദ്യത്തിനടിമപ്പെട്ട് നടക്കുന്ന മക്കൾക്ക് ആരെങ്കിലും ഒരു 100 രൂപ കൊടുക്കുന്ന കണ്ടോ? കാരുണ്യത്തിന്റെ നേതാവ് പറയുന്നത്, മൻ അഖറലഹു ഖർളാ, ഒരു 10 പൈസ കടം കൊടുത്ത് സഹായിക്കുന്നതിനുള്ള ശിക്ഷ ഫഖദ് ആന അലാ ഖത്ലി മുഅ്മിനിൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നാൽ എന്തുമാത്രം ശിക്ഷയാണ്, അതിനേക്കാളും അപ്പുറത്തെ ശിക്ഷയാണ്. എല്ലാ നാശത്തിന്റെയും വിത്ത് അത് കുടിയനാണ്, കുടിക്കലാണ്. കുടിക്കുന്നവനെ സഹായിക്കുന്നവരോ അത് വല്ലാത്ത പാപം ചെയ്യുന്നവനാണ്. അവനുള്ള ശിക്ഷയെക്കുറിച്ചാണ് കാരുണ്യത്തിന്റെ നേതാവ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, കുടിയന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കള്ളുകുടിയനായ മനുഷ്യൻ അവൻ നടക്കുന്ന അല്ലെങ്കിൽ അവന്റെ കൂടെ ചങ്ങാതിത്വം പിടിച്ചുകൊണ്ട് ചീത്ത കൂട്ടുകാരൻ, അൽ അഖ്സൂ, ചീത്ത കൂട്ടുകാരൻ, ഏറ്റവും വെടക്ക് പിടിച്ച കൂട്ടുകാരൻ എന്നാണ് റസൂലുള്ളാഹി ഉപമിക്കുന്നത്. അവനെ എങ്ങാനും ചങ്ങാതിയാക്കി വെച്ച് എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, മദ്യത്തിനടിമപ്പെടുന്ന കുട്ടികൾ, എന്റെ അനുജാ, ചെറിയ ചെറിയ പൊന്നുമക്കളോട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തട്ടെ. മോനെ, നീ കുടിച്ചു നടക്കുമ്പോ ഒരു വേള നിന്റെ വാർത്തയെ കേൾക്കാതെ, നിന്റെ ഉസ്താദ് പറഞ്ഞത് കേൾക്കാതെ, നിന്റെ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ നീ റോട്ടിലൂടെ ഒരു വേള ലഹരികൾ കടിമപ്പെട്ട് നടക്കുമ്പോ എന്റെ അനുജാ, നീ അങ്ങ് റോട്ടിൽ വീണിട്ട് നിന്റെ തല പൊട്ടിത്തെറിച്ചാൽ പോകട്ടെ, നിന്റെ ബുദ്ധി അങ്ങ് നഷ്ടപ്പെട്ടാൽ അല്ലാഹുവല്ല മോനെ ബുദ്ധി നൽകുന്നത്. ഏറ്റവും വലിയൊരു നിഅമത്ത് നിന്റെ ബുദ്ധിയല്ലേ? മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഒരു വല്ലാത്ത അനുഗ്രഹമാണ് ബുദ്ധി. ആ ബുദ്ധി അങ്ങ് കുടിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നിനക്ക് ഖേദിച്ചിട്ട് ഫലമുണ്ടോ? ഖേദിച്ചതുകൊണ്ട് ഫലമുണ്ടോ? എന്റെ അനുജന്മാരെ കണ്ടോ? റസൂലുള്ളാഹി പറയുന്നത്, എന്റെ ശബ്ദം കേൾക്കുന്ന അനുജന്മാർ, സ്കൂളുകളിലേക്ക് പോകുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന എന്റെ പൊന്നുമക്കൾ ഓർക്കാൻ വേണ്ടി ഞാൻ അവരോട് പറയട്ടെ, നിങ്ങളൊക്കെ കോളേജുകളിലേക്ക് പോകുമ്പോ, നിങ്ങളൊക്കെ കോഴിക്കോട് ടൗണിലേക്ക് പോകുമ്പോ ഒരുപാട് കൂട്ടുകാരെ കാണാം. അവൻ ചിലപ്പോ കുടിയനായേക്കാം, അവൻ ചിലപ്പോ കഞ്ചാവിന് അടിമപ്പെട്ട് നടക്കുന്നുണ്ടാവും, അവൻ ചിലപ്പോ ഹിൽസ് കളിച്ചുകൊണ്ട് ലഹരികൾ കടിമപ്പെട്ടോ, ധ്യാനമേള കടിമപ്പെട്ടുകൊണ്ടോ, അതുപോലെ ക്യാരംസ് കളിച്ചുകൊണ്ടോ റസൂലുള്ളാഹിനെ താരടിച്ചോ നടക്കുമ്പോ എന്റെ മോരെ, മാറി നിൽക്കുമോരെ, വിട്ടുനിൽക്കലാണ് നല്ലത്. കാരണം വമൻ ജാലസഹു ഹസറഹുല്ലാഹു യൗമൽ ഖിയാമത്തി
അഅ്മാ. കുടിയന്മാരുടെ കൂടെ നടക്കുന്ന ഒരു കുട്ടിയെ അല്ലാഹു പടച്ചറബിന്റെ കോടതിയിൽ വരുമ്പോ ഇവിടെ വെച്ച് മരിക്കുന്ന സമയത്ത് 70 വരുന്ന ആപത്തുകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ കുടിയന്മാരുടെ കൂടെ നടക്കുന്ന മക്കൾക്ക് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് അപകടങ്ങളായി മറ്റു പല പരീക്ഷണങ്ങളുമായി ചിലപ്പോൾ അവന്റെ കണ്ണു തെറിക്കുന്നത്, അവന്റെ കൈകാലുകൾ മുറിക്കപ്പെടുന്നത്, അവൻ ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ തെറിച്ചു വീടുകൊണ്ട് അവന്റെ കാലതാ തെറിക്കുന്നു, കൈകാലുകൾ മുറിഞ്ഞു വീടുന്നു. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു ദുനിയാവിൽ വെച്ചു കൊടുക്കുമ്പോ കുടിയന്മാരുടെ കൂടെ നടക്കുന്ന കുട്ടികൾക്ക് ഭൂമിയിൽ വെച്ചുകൊണ്ട് അവന്റെ കൈകാലുകളെ മുറിച്ചിട്ട് അവന്റെ കൈകാലുകളെ ഒടിച്ചുകൊണ്ട് അല്ലാഹു മുലയിൽ കിടത്തുമ്പോ അത് ദുനിയാവിൽ വെച്ച് തന്നെ ദുനിയാവിൽ അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന പരീക്ഷണമാണ്. കുടിയന്മാരുടെ അവസ്ഥയല്ല മുസ്ലിമേ ഞാൻ പറയുന്നത്, കുടിയന്മാരുടെ കൂടെ നടക്കുന്ന മക്കളുടെ അവസ്ഥയാണ്. അവരെ അല്ലാഹു പരീക്ഷിച്ച് മൂലയിൽ കിടത്തുന്നതാണ്. അവൻ ചിലപ്പോൾ ഖേദിക്കേണ്ടി വരുന്നതാണ്. പക്ഷേ പടച്ചറബിന്റെ കോടതിയിലേക്ക് എല്ലാ ആളുകളും ഒരുമിച്ചുകൂടി നിൽക്കുമ്പോൾ മലിക്കുൽ മുലൂക്കായ റബ്ബിനെ വിളിച്ചിട്ട് അർഹമുർറാഹിമായ റബ്ബേ ഇതെന്തൊരു രംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങിനിന്നും വിളിച്ചു പറയും. കണ്ണുനീരെടുക്കുമ്പോ ഒരുപറ്റം ആളുകളെ കുരുടന്മാരാക്കി കൊണ്ടുവരുന്നു. രണ്ട് കണ്ണിന്റെ കാഴ്ചയും അല്ലാഹു എടുത്തു കളഞ്ഞിട്ട് തപ്പി വരുന്നു. ആ സമയത്ത് ഹസറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅ്മാ. കുരുടനായി വരുമ്പോ ഈ കുട്ടിയതാ ചോദിക്കുന്ന പടച്ചവരെ, എന്താണ് എന്റെ രണ്ട് കണ്ണ് നഷ്ടപ്പെട്ടത്? എന്റെ കണ്ണുകൾ നഷ്ടപ്പെടാനുള്ള കാരണമെന്താണ് എന്നെന്ന് ചോദിക്കുമ്പോ ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുന്തു ബസീറാ. قال رب لم حشرتني أعمى ربي بما حشرتني أعمى وقد كنت بصيرا. ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നു, എന്തുകൊണ്ട് പടച്ചവരെ എന്നെ കുരുടനാക്കി? ആ സമയത്ത് റഹ്മാനായ റബ്ബ് പറയുന്നത്, എടോ ഖാല കദാലിക അത്സുക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. യാഥാർത്ഥ്യമാണ്, സത്യമാണ് മോരെ, നീ പറഞ്ഞത് സത്യമാണ്. ഈ നല്ല കാഴ്ചയുള്ളവനായിരുന്നു, പക്ഷേ ഭൂമിലോകത്ത് വെച്ച് എന്റെ ദീനിനെ ധിക്കരിച്ച്